എല്ലാവർക്കും എൻ്റെ സന്ധ്യാവന്ദനങ്ങളെ വീണ്ടും അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളെ സമീപിക്കുവാൻ കൃപ ലഭിച്ചതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ വിശുദ്ധ ബൈബിളിൽ നാം സേവിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുന്നത് കരുതുന്ന ദൈവം എന്നാണ്. യഹോവ ജൈറെ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. കരുതുന്നവനായ ദൈവം. ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി എല്ലായ്പ്പോഴും ജാഗരിക്കുന്നവനും അവർക്ക് വേണ്ടി കരുതുന്നവനുമായിട്ടുള്ള ദൈവമാണ്. എന്നാൽ തെറ്റായ നിലയിൽ ദൈവത്തിൻ്റെ കരുതലുകളെ വീക്ഷിക്കുകയും അങ്ങനെ കർത്താവ് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് ഒത്തവണ്ണം കരുതുകയും ചെയ്യും എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് സുവിശേഷ പ്രവർത്തകരുണ്ട്. രണ്ട് കാര്യങ്ങൾ ഇവിടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യ പ്രീണനം, വ്യക്തിപരമാകുന്ന ബന്ധം, വ്യക്തി സ്വാധീനം ഇത്യാദി കാര്യങ്ങൾ കൂടി മനുഷ്യൻ നേടുന്ന പലതും ദൈവത്തിൻ്റെ കരുതലുകളാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ധാരാളം സുവിശേഷകന്മാരുണ്ട്. അതുപോലെ യാതൊരു ജോലിയും ചെയ്യാതെ കർത്താവിൻ്റെ വേല ഉദാസീനതയോട് ചെയ്യുക, നയപൈസയുടെ സുവിശേഷ വേലയുടെ ഭാഗഭാഗിത്വം ഇല്ലാതിരിക്കുക, എന്നിട്ട് ഏലിയാവിനെ പുലർത്തിയ ദൈവം, ഏലിയാവ് ഒളിച്ചിരിക്കുന്ന സ്ഥലം വാസ്തവത്തിൽ ആഹാബിന് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഏലിയാവിന് അപ്പവും ഇറച്ചിയും കൊണ്ട് കൊടുത്ത കാക്കയ്ക്ക് ഏലിയാവ് ഇരിക്കുന്ന സ്ഥലം കണ്ടു. അതുകൊണ്ട് ദൈവം തൻ്റെ ദാസന്മാരെ ഒളിപ്പിച്ചാൽ ശത്രുവിന് കാണാൻ സാധിക്കുകയില്ല, എന്നാൽ ദൈവം അയക്കുന്നവർക്ക് കാണാൻ കഴിയും. ഏലിയാവിനെ പുലർത്തിയ ദൈവം ഞങ്ങളെയും പുലർത്തും എന്നൊക്കെയുള്ള തത്വശാസ്ത്രങ്ങൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ഇതുപോലെ തെറ്റിദ്ധരിച്ച് പറയുന്ന മറ്റൊരു വേദഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലെ അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കുന്ന രംഗം. യാഗത്തിനുള്ള വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്. യാഗമൃഗം എവിടെ അപ്പ എന്ന് ഇസ്ഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുമ്പോൾ ദൈവം തനിക്കായി ഒരു യാഗമൃഗത്തെ ഒരുക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. യാഗം ആവശ്യപ്പെട്ട ദൈവമായതുകൊണ്ട് യാഗവസ്തുവിനെയും ദൈവം ഒരുക്കും എന്നാണ് അബ്രഹാം പറഞ്ഞത്. തൻ്റെ വിശ്വാസത്തിൻ്റെ ഉത്കൃഷ്ടതയാണ് അതിൽ വെളിപ്പെട്ട് കാണുന്നത്. അതുകൊണ്ട് പല ആളും പറയാറുണ്ട്, നമ്മൾ അറിയാത്ത സ്ഥലങ്ങളിലും പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിലും ദൈവം നമുക്ക് വേണ്ടി അങ്ങനെ കരുതിക്കൊള്ളും എന്ന്. മൂന്നാമത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന മറ്റു വാക്യമാണ് നമ്മൾ വായിക്കുന്ന പുതിയ നിയമത്തിലെ വേറൊരു വാക്യം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കരുതിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. പല ആളുകളും ഭൗതിക നേട്ടങ്ങളെയും നന്മകളെയും ക്രോഡീകരിച്ചാണ് ഈ വാക്യം തെറ്റായി വ്യാഖ്യാനിക്കുന്നതായി ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ഈ ഷോർട്ട് വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഏലിയാവിൻ്റെ വിഷയം തന്നെ എടുക്കാം. ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം സംഭവിച്ച ഒരു സംഭവമാണ്. ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം സംഭവിച്ച ഒരു സംഭവത്തെ ഉപദേശ വിഷയമാക്കി സ്വീകരിച്ചിട്ട് ഏലിയാവിനെ കാക്കയെ കൊണ്ട് പുലർത്തിയ ദൈവം നിന്നെയും പുലർത്തും എന്ന് പറഞ്ഞ് 4 കാശിൻ്റെ വേലയും ചെയ്യാതെ നല്ല അരോഗ ദൃഢഗാത്രതയുണ്ടെങ്കിലും പണി ചെയ്യാതെ സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ പണം കിട്ടും എന്ന് പറഞ്ഞിരുന്നാൽ ദൈവം അങ്ങനെ ചെയ്യത്തില്ല. എന്തുകൊണ്ടാണ് ഏലിയാവിൻ്റെ വിഷയത്തിൽ ദൈവം അങ്ങനെ ചെയ്തത് എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. ദേശം മുഴുവൻ ക്ഷാമമാണ്, വരൾച്ചയാണ്. ആഹാബും ഇസബേലും ദുഷ്ടതയുടെ സിംഹാസനം കൊണ്ട് ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ കൊല്ലുകയും ബാലിൻ്റെ പ്രവാചകന്മാരെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഇസ്രായേലിനെ വിഗ്രഹാരാധനയിൽ നിന്ന് ജീവനുള്ള ദൈവത്തിലേക്ക് മടക്കി വരുത്തുവാൻ ദൈവം എഴുന്നേൽപ്പിച്ച പ്രശസ്തനായിരിക്കുന്ന പ്രവാചകനാണ് ഏലിയാവ്. അദ്ദേഹത്തെയും കൊല്ലാനായിട്ട് ആഹാബ് ഇവിടെ ക്രമീകരണം ചെയ്യുന്നു. അവന്റെ കൺമുമ്പിൽ നിന്ന് ഒളിച്ചിരിക്കാനാണ് ദൈവം ഏലിയാവിനെ കെരീത്തിലേക്ക് അയച്ചത്. ദൈവിക പദ്ധതിക്ക് വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ച ഒരു ദിവ്യപുരുഷനെ ദൈവിക പദ്ധതി നിവർത്തിക്കുവോളം സൂക്ഷിക്കേണ്ട ദൈവ കൃപ ദൈവത്തിൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ദൈവം ഏലിയാവിനെ ഒരു ഒളി സങ്കേതത്തിലാക്കി
ആഹാബിന്റെ ദൃഷ്ടിയിൽ നിന്ന് അവനെ മറച്ചു. ആഹാബിന്റെ സൈന്യങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് അവനെ മറച്ചു. എന്നാൽ അവന് പ്രൊവിഷൻ കൊണ്ടു കൊടുക്കുന്ന ഉപാധിയായിരിക്കുന്ന കാക്കയ്ക്ക് അവന്റെ കണ്ണ് തുറന്നു കൊടുക്കുകയും ദിശ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് ചരിത്രത്തിൽ ഒരിക്കൽ സംഭവിച്ച കാര്യമാണ്. ചരിത്രത്തിൽ ഉടനീളം, അതായത് ഏലിയാവ് ജീവിച്ചിരുന്ന കാലം മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള പ്രകൃത്യാതീതമായ ഒരു ഒരു ഒരത്ഭുതം അല്ലെങ്കിൽ അടയാളം മറ്റ് ആളുകളോട് ബന്ധത്തിൽ സംഭവിച്ചിട്ടില്ല. സമാനമായ ചില സംഭവങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കല് ജോർജ് മുള്ളറുടെ അനാഥശാലയിൽ ആഹാരമില്ലാതെ ഒരു ദിവസം വളരെ വലഞ്ഞു. ധാരാളം കുഞ്ഞുങ്ങളുണ്ട്, ഫുഡില്ല, ഫുഡിനുള്ള മാർഗവുമില്ല. എന്നാൽ ജോർജ് മുള്ളർ എന്ത് ചെയ്യുന്ന അറിയാമോ? ജോർജ് മുള്ളർ ഈ കുഞ്ഞുങ്ങളെയെല്ലാം എല്ലാവരെയും തറയിൽ നിരത്തിയിരുത്തി ഓരോ വെറും പാത്രം അവരുടെ മുമ്പിൽ നിരത്തി വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ സ്വാഭാവിക ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പ്രതിഭാസമാണത്. ആഹാരത്തിന് മാർഗമില്ല, കിച്ചണിൽ ഫുഡില്ല, കുക്ക് ചെയ്യാനുള്ള വകയില്ല, വെറും പാത്രങ്ങളെല്ലാം നിരത്തി വെച്ചിട്ട് കുഞ്ഞുങ്ങളോടെല്ലാം കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവരും പ്രാർത്ഥിച്ചു, അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹം പ്രാർത്ഥനയിൽ മുഴങ്കാലിരിക്കുന്ന സമയത്ത് ഒരു ട്രക്ക് വന്ന് അദ്ദേഹത്തിന്റെ അനാഥശാലയുടെ മുമ്പിൽ നിന്നു. ഒരു ട്രക്ക് നിറച്ച് ഫുഡിന്റെ ഫുഡും അതിനോട് ബന്ധപ്പെട്ട സാധനങ്ങളും. എവിടെയോ ഒരു വലിയ മഹാസമ്മേളനത്തില് ഒരു വേണ്ടി ഒരുക്കിയ ഫുഡ് ആ സമ്മേളന വേദിയിൽ അത് ആവശ്യത്തിലും അധികവുമായി. പ്രതീക്ഷിച്ച അത്രയും ആളുകൾ വന്നില്ല. അത് മുഴുവനും കൂടെ കൊണ്ടുവന്ന് ജോർജ് മുള്ളറിന്റെ അനാഥശാലയിലെ കുഞ്ഞുങ്ങൾ കൊടുക്കാനായിട്ട് അവർ തീരുമാനിച്ചു. കുഞ്ഞുങ്ങളെല്ലാവരും ക്ഷേമമായിട്ട് ആഹാരം കഴിച്ചു തൃപ്തരായി. ഇങ്ങനെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഈ 4 കാശിന്റെയും ജോലി ചെയ്യാതെ, വേല ചെയ്യാതെ, ദൈവവിളിയില്ലാതെ സുവിശേഷ വേല ഒരു തൊഴിലായി സ്വീകരിച്ച ശേഷം ഏലിയാവിനെ കാക്കയെ കൊണ്ട് പുലർത്തി ദൈവം ഞങ്ങളെയും പുലർത്തും എന്നും പറഞ്ഞു. മരുഭൂമിയിൽ ദൂതനെ കൊണ്ട് അട കൊണ്ട് കൊടുത്ത ദൈവം ഞങ്ങൾക്കും തരും എന്നും പറഞ്ഞിരുന്നാൽ വാസ്തവത്തിൽ ഒരു മിഥ്യാ ധാരണയാണത്. അങ്ങനെ ദൈവം ചെയ്യില്ല. ഗോഡ് പ്രൊവൈഡ് only to his people who is doing his will at the appointed place and at the appointed time. ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുന്നവരായി തൻ്റെ ദാസന്മാർക്ക് ദൈവം നിയമിച്ച സ്ഥലത്ത് നിയമിച്ച സമയത്ത് മാത്രമേ ദൈവം അങ്ങനെ ചെയ്യാറുള്ളൂ. ഏലിയാവിന്റെ സംഭവം ചരിത്രത്തിലെ ഒറ്റപ്പെട്ട ഒരു സംഭവമാണ്. എന്നാൽ അതിന്റെ ഗുണപാഠം നമുക്ക് അവിടെ പഠിക്കാനായിട്ടുണ്ട്. ദൈവത്തിന്റെ ദാസനെ ഹനിച്ചു കളയുവാൻ ദുരാലോചന ചെയ്യുന്ന ദുഷ്ടനായ ആഹാബിന്റെ സാമ്രാജ്യത്തിൽ അവന്റെ കണ്ണിൽ പെടാതുകൊണ്ടും അവനെ സൂക്ഷിക്കാനും അവന് ആവശ്യമായതൊക്കെ പ്രൊവൈഡ് ചെയ്യാനും കഴിയുന്ന ഒരു ദൈവമാണ് ഇസ്രായേലിന്റെ ദൈവം എന്ന് ദൈവമഹത്വത്തിനായി തെളിയിക്കാനുള്ള ഒരു സംഭവമായിട്ട് അതിരിക്കുന്നു. ആ സംഭവത്തെ ഉപദേശമായും പൊതുവായ ഒരു ഉപദേശ സിദ്ധാന്തമായും നമുക്ക് സ്വീകരിക്കുവാൻ നിർവാഹമില്ല. രണ്ടാമത്തെ സംഭവമാണ് അബ്രഹാമിന്റെ സംഭവം. അബ്രഹാമിനോട് യാഗം കഴിക്കാൻ പറഞ്ഞ ഇസ്ഹാക്കിനെയാണ്. ഇസ്ഹാക്കിനെ കൊണ്ടാണ് വിറകും കെട്ടി മോറിയാദേശത്തേക്ക് അബ്രഹാം പോയത്. അവിടെ ഇസ്ഹാക്കിനെ തന്നെ അർപ്പിക്കാൻ പ്രതിഷ്ഠാബദ്ധനായിട്ടാണ് അബ്രഹാം യാത്ര ചെയ്യുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് യാഗത്തിന് ഉള്ള വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, യാഗമൃഗം എവിടെ അപ്പ എന്ന് ചോദിക്കുന്നത്. ദൈവം ഒരിക്കലും പറഞ്ഞു. ദൈവം അബ്രഹാം ഇസ്ഹാക്കിനെ തന്നെയാണ് യാഗം കഴിക്കുന്നത് എന്നുള്ള കാര്യം അപ്പോഴും വെളിപ്പെടുത്തിയില്ല. അവിടെ ചെന്നു യാഗപീഠം ഉണ്ടാക്കി വിറകടുക്കി തന്റെ മകനെ അതിന്മേൽ പിടിച്ചു കിടത്തി കൈകാലിൽ കെട്ടി അറുക്കുവാൻ കത്തിയും കയ്യിലെടുത്തു. അവിടെയാണ് അബ്രഹാമിന്റെ വിശ്വാസത്തെ അനുസരണം ദൈവം കാണുന്നത്. അവിടെ വെച്ച് അബ്രഹാമെ ബാലിന്റെ മേൽ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ കുടുങ്ങിക്കിടക്കുന്നതായി കണ്ടു. അതിനെ കൊണ്ടുവന്ന് ഇസ്ഹാക്കിന് പകരമായി യാഗം അർപ്പിച്ചു എന്ന് വായിക്കുന്നു. അതും ഒരു ചരിത്രത്തിലെ ഒറ്റപ്പെട്ട സംഭവമാണ്. നിഴലായി പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ പ്രതിപകര ബലിമരണത്തിന്റെ ഒരു ചിത്രമാണ് ഇസ്ഹാക്കിന്റെ യാഗം. ഇസ്ഹാക്ക് പ്രതീകാത്മകമായി അർപ്പിക്കപ്പെട്ടു, പകരമായി ആട്ടിൻകുട്ടി അവിടെ അറുക്കപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തു അക്ഷരീകമായി അറുക്കപ്പെട്ടു. അവിടെ പ്രതിപകരമായി വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയം, അബ്രഹാമിന്റെ ജീവിതത്തിലെ അവന്റെ വിശ്വാസത്തിന്റെ അനുസരണത്തോട് ബന്ധത്തില് ഈ സംഭവവും ചരിത്രത്തിലെ ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. അതിനുശേഷം ബൈബിൾ ചരിത്രത്തിൽ എവിടെയും ദൈവം
ഒരു വ്യക്തിയോട് നരബലി ദൈവം ആവശ്യപ്പെടില്ല. ദൈവം നരബലിയിൽ പ്രസാദിക്കുന്ന ദൈവവുമല്ല. വിശുദ്ധ ബൈബിളിലെ ദൈവം ഒരിക്കലും നരബലിയിൽ പ്രസാദിക്കുന്ന ദൈവമാണ്. ഇനി മൂന്നാമത്തെ സംഭവമാണ് നമ്മൾ കൊരിന്ത്യരിൽ വായിക്കുന്ന ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിട്ടുമില്ല. അവിടെ പറയുന്ന വിഷയം ഭൗതിക നന്മയോ ധനസമ്പാദനമോ വിലപിടിച്ച കാറുകൾ വാങ്ങുന്ന കാര്യമോ മറ്റ് ഏതെങ്കിലും ഭൗതികമായ നേട്ടങ്ങളോ അല്ല. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം താൻ മുൻകണ്ട തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കിക്കുന്ന രക്ഷാമാർഗം എന്ന് പറയുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ദൈവം നമുക്കായി മുൻകരുതിയ ദൈവത്തിന്റെ ദിവ്യമായ പദ്ധതിയായിരുന്നു എന്നാണ് പറയുന്നത്. പല ആളുകളും പല വിഷയങ്ങളും സംസാരിക്കുമ്പോൾ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഓഫ് ദി സ്ക്രിപ്ചർ, തിരുവെഴുത്തിന്റെ പശ്ചാത്തലത്തിന് വെളിയിൽ അബദ്ധസഞ്ചാരം ചെയ്തുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. നമ്മൾ വാസ്തവത്തിൽ ഏതൊരു വേദഭാഗം പഠിക്കുമ്പോഴും അതിൻ്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ആ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് ആണ് ആ പാഠഭാഗത്തിന്റെ ശരിയായിരുന്ന വ്യാഖ്യാനത്തിന് അടിസ്ഥാന തത്വമായി നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പൊ ദൈവത്തിന് ഇന്നും അന്നും ഒക്കെ പ്രവർത്തിക്കാൻ കഴിയും. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വളരെയധികം രൂക്ഷമായിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയും വിഷമതകളും ഒക്കെ അനുഭവിച്ച് ആരും ഒരു വഴിക്കൂടെയും ഒന്നും ഉണ്ടാകുകയില്ല എന്നൊക്കെ ചിന്തിച്ചു പോയ സമയമുണ്ട്. ആ വൈതരണി ഘട്ടങ്ങളെയൊക്കെ മറികടക്കാൻ ദൈവം ചില മാർഗങ്ങളെയും ഒരുക്കി. അത് നമ്മുടെ സഹോദരന്മാരാണ്, അവർ മുഖാന്തരമാണ് പലപ്പോഴും ദൈവം അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു വസ്തുത മനസ്സിലാക്കണം, ദൈവം കാക്കയെ കൊണ്ട് ഈ ഏലിയാവിനെ പോറ്റി പോലെ ഞങ്ങളെയും പോറ്റി. ഇങ്ങനെ മിക്കവാറും ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ കരിസ്മാറ്റിക് വിഭാഗത്തിൽപ്പെട്ട ഈ ചില പാസ്റ്റർമാരും വിശ്വാസവും ഒക്കെ ഇതൊക്കെ ഇടുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഈ സുവിശേഷ വേല ചെയ്യാനായിട്ട് ദേഹം അനങ്ങി 5 പൈസ വരെ പണിയും ചെയ്യാതെ ഒരു കറുത്ത പാൻസും വെള്ള ഷർട്ടും അല്ലെങ്കിൽ വെള്ള സാരിയും വെള്ള ബ്ലൗസും ഒക്കെ ഇട്ടുണ്ട് സുവിശേഷ വേല എന്നും പറഞ്ഞിറങ്ങി നടന്നിട്ട് ഒരു വേലയും ചെയ്യാതെ പിന്നെ കർത്താവിന്റെ നടത്തിക്കൊള്ളും ഏലിയാവിനെ പോലെ പുലർത്തിക്കൊള്ളും നടന്നു കഴിഞ്ഞാൽ അതൊന്നും നമ്മുടെ വിശ്വാസത്തിന്റെയോ ഉപദേശത്തിന്റെയോ അടിസ്ഥാന പ്രമാണങ്ങളല്ല. അതൊക്കെ ചരിത്രത്തിലെ സംഭവങ്ങളാണ്. ദൈവത്തിന് ഏത് നിലയിലും പ്രകൃത്യാതീതയിലും പ്രകൃതിയിലുള്ള നിലയിലും പ്രവർത്തിക്കാൻ സാധിക്കും. തൻ്റെ ദാസന്മാരെ കുറിച്ച് ദൈവം എപ്പോഴും കരുതലുള്ളവനാണ് എന്ന് നമ്മളെ സൂചിപ്പിക്കുന്ന അത്തരം ധാരാളം വചനഭാഗങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. അതൊന്നും നമുക്ക് ജനറൽ ഡോക്ടറിനായിട്ട് എടുക്കുവാനായിട്ട് സാധിക്കത്തില്ല. സുവിശേഷ വേല ചെയ്യുന്ന സഹോദരന്മാർ എന്ത് ചെയ്യണം? എന്നോട് ഈ അടുത്ത കാലത്തോട് ചോദിച്ചു. ജീവിക്കാൻ മാർഗമില്ല, എന്ത് ചെയ്യണം? എൻ്റെ ഉത്തരം ഇങ്ങനെയാണ്, എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന്. ദൈവമാണ് സുവിശേഷ വേലയ്ക്ക് വിളിച്ചാക്കിയതെങ്കിൽ ദൈവത്തിന്റെ വേല ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവഹിതപ്രകാരം ദൈവത്തിന് പ്രയോജനമായി ദൈവമഹത്വത്തിനായിട്ട് നമ്മൾ ചെയ്താൽ, നിസ്വാർത്ഥമായി നാം പ്രവർത്തിച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾ ദൈവം കരുതും. എന്നാൽ ഞാനും സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോവുകയാണ്, എൻ്റെ കാര്യങ്ങൾ നോക്കിക്കോണേ കർത്താവേ, ഏലിയാവിന്റെ കാക്കയെ ഏൽപ്പിച്ചോണേ എന്ന് പറഞ്ഞ് പോയാൽ ചിലപ്പം അത് പരാജയത്തിലായിത്തീരും. വ്യക്തമായൊരു കാഴ്ചപ്പാട് സുവിശേഷ വേലയ്ക്ക് ഉണ്ടാകണം. ആ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ദൈവം എന്നെ ഈ ശുശ്രൂഷ ഫലമേൽപ്പിച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എന്നാണ് പറയുന്നത്, ദൈവം എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷ അല്ലെങ്കിൽ സുവിശേഷം എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിനെ അത് ഏൽപ്പിച്ചാൽ ദൈവം എന്ത് വിശ്വസ്തത തന്നിൽ നിന്ന് പ്രതീക്ഷിച്ചോ ആ വിശ്വസ്തതയിൽ ഒട്ടും കുറവ് വരാതെ കർത്താവിന്റെ വേലയിൽ അതേ ഉത്സുകനായി അധ്വാനിക്കും പ്രവർത്തിക്കുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ദൈവം ആ ശുശ്രൂഷ അവനെ ഏൽപ്പിച്ചു. ഞാൻ ഒരിക്കലെ ഈ ബിഷപ്പ് കെ പി യോഹന്നാൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെക്കുറിച്ചൊക്കെ അനുകൂലവും പ്രതികൂലവുമായി പല ആളുകളും സംസാരിച്ചു. ഞാനൊന്നൊരു വീഡിയോ കൊടുത്തിരുന്നു, 16,000 പേര് ഈ യൂട്യൂബിൽ അത് കണ്ടിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് ദൈവം കെ പി യോഹന്നാനെ ഏൽപ്പിച്ച ഈ ഗോസ്പൽ ഫോർ ഏഷ്യ മിനിസ്ട്രി എന്നെ ഏൽപ്പിച്ചില്ല, അല്ലെങ്കിൽ മറ്റാളെ ഏൽപ്പിച്ചില്ല? അതിന്റെ ഏറ്റവും ലളിതമായ ഉത്തരം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ ഏൽപ്പിച്ചാൽ അങ്ങനെ ഒരു വേല ചെയ്യാൻ എന്നെയും കൊണ്ട് കഴിയത്തില്ലെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് എന്നെയും കൊണ്ട് കഴിയാത്തൊരു കാര്യം ചെയ്യാനായിട്ട് ദൈവം എന്നെ ഏൽപ്പിച്ചില്ല. എന്നാൽ ബിഷപ്പ് കെ പി യോഹന്നാനെ ഏൽപ്പിച്ചാൽ അദ്ദേഹത്തെ കൊണ്ട് ഈ കാര്യം ചെയ്യാൻ കഴിയുമെന്ന് ദൈവത്തിന് നിശ്ചയമായിട്ടും അറിയാമായിരുന്നു. അതുകൊണ്ട് ദൈവം അദ്ദേഹത്തെ അത് ഏൽപ്പിച്ചു. ക്രിസ്തീയ ശുശ്രൂഷകളിലെ ഏത് ശുശ്രൂഷയും അങ്ങനെയാണ് കാണേണ്ടത്. ഓരോരുത്തരുടെയും കപ്പാസിറ്റി എന്താണെന്ന് ദൈവത്തിന് അറിയാം. 10 കിലോ 20 കിലോ ചുമട് ചുമക്കാൻ കഴിയാത്ത ഒരുത്തന്റെ തലയിൽ 20 കിലോ ചുമടെടുത്ത് വെച്ച് കഴിഞ്ഞാൽ
അവൻ താഴെ പോകും. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് സംഭവിച്ച ഒരു സംഭവം ഞാൻ പറയുകയാണ്. പേര് നാളും ഒന്നും പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എലന്തൂര് പരിയാരത്തുള്ള ഈ മാർത്തോമ LP സ്കൂൾ പഠിക്കുക, 4ാം ക്ലാസ്. ഒരു ഞരണ്ട് പോലും കൊച്ചു പയ്യനാണ്. അന്നത്തെ കാലത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് രാവിലെ 11 മണിക്ക് ഒരു ഇന്റർവ്യൂ സമയത്ത് ഈ ചോളപ്പൊടി കൊണ്ട് ഈ ഉപ്മാവ് ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ഇന്ന് ഉച്ചഭക്ഷണമൊക്കെ നമ്മുടെ സ്കൂളുകളിലുണ്ടല്ലോ. അന്ന് അതാണ് ഉണ്ടാകുന്നത്, ചോളപ്പൊടി കൊണ്ട് ഉണ്ടാക്കുക. അത് ചെയ്തു കൊടുക്കാൻ ജോലിക്കാരി എടുക്കാണ്. അപ്പൊ അതിനാവശ്യമായ ചോളവും ഇതിന്റെ ഓയിലും ഒക്കെ അന്നത്തെ പ്രശസ്തമായിരിക്കുന്ന ഒരു ട്രാൻസ്പോർട്ട് മീൻസ് ആയ കാളവണ്ടിയിലാണ് വരുന്നത്. ആ കാളവണ്ടി ഞങ്ങളുടെ സ്കൂളിന്റെ അടുത്ത് തന്നെയുള്ള ഒരു വീട്ടിലെ ഒരു സ്നേഹിതനാണ് ഇത് കാളവണ്ടി ഓടിക്കുന്നത്. അപ്പൊ ഇതിൽ ചോളത്തിന്റെ ചാക്ക് വന്ന്, ഞാൻ കൊച്ചു പയ്യനല്ലേ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്നവനാ, ഇത് ചോളം ഇറക്കി ആ സ്കൂളിന്റെ വാതിക്കലുള്ള നമ്മുടെ ഒരു വീട്ടിലാണ് ഇത് വെക്കുന്നത്. അവിടെ നിന്നാണ് ഇത് ഉപയോഗിക്കുന്നത്, എടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഈ വണ്ടിയിൽ നിന്ന് ഇത് ഇറക്കുന്ന കാണാൻ വേണ്ടി കൊച്ചു കുഞ്ഞായതുകൊണ്ട് ഞാൻ അവിടെ പോയി വായും പൊളിച്ച് അവിടെ നിന്നു. ഈ കാളവണ്ടി ഡ്രൈവർ എന്തെന്നറിയാമോ? അദ്ദേഹത്തിന്റെ അവിവേകം കൊണ്ടോ അതോ അദ്ദേഹം വല്ല മദ്യവും കഴിച്ചാണ് എനിക്കറിയാൻ വയ്യ, ഇതിലെ ഒരു ചാക്ക് 40 കിലോ ഒന്നുമില്ല, എനിക്ക് തോന്നുന്നു 10-20 കിലോ ആയിരിക്കാം, അതെടുത്ത് തന്നെ തലയിൽ വെച്ചു. ചോളപ്പൊടിയോടുകൂടി ഞാൻ താഴെ വീണു. കാര്യം 5 കിലോ പോലും വെയിറ്റ് എടുക്കാൻ കഴിവില്ലാത്ത ഒരു ബാലകനായി എന്നെ മണ്ടയ്ക്ക് പിടിച്ച് 20 കിലോ വെച്ചാൽ ഞാൻ ജയിക്കും. ഞാൻ അലച്ചം കെട്ടി താഴെ വീണു. പെട്ടെന്ന് എൻ്റെ വായിൽ കൂടെ നൊരയും പതയും വന്നു, കണ്ണിൻ്റെ ദൃഷ്ടിയും അറിയാൻ തുടങ്ങി. പെട്ടെന്ന് വീട്ടുകാരും സ്കൂൾ അധ്യാപകരെല്ലാം കൂടെ പെട്ടെന്ന് തന്നെ വെള്ളം തളിക്കുകയും പിന്നെ പിടിച്ച് കുലുക്കുകയും ഉലുതുമൊക്കെ ചെയ്ത് ഏതായാലും ദൈവം എനിക്ക് ആയുസ്സുണ്ട് തന്നുകൊണ്ട് ആയുസ് നീണ്ടുപോയി. ഇന്നും അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം അന്ന് ഒരു മാർത്തോമ വിശ്വാസിയാണ്. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ചിലരൊക്കെ ഇന്ന് വേർപെട്ട വിശ്വാസികളായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ചുമക്കാൻ കഴിയാത്ത ഭാരം ഒരുവന്റെ മേൽ വെച്ചാൽ അവൻ അവശനായി പോകും, ക്ഷീണനായി പോകും, തളർന്നു പോകും. ഇതാണ് എനിക്ക് സംഭവിച്ചത്. ഒരുത്തനെ ചെയ്യാൻ കഴിയാത്ത ശുശ്രൂഷ ദൈവം ഒരിക്കലും ഒരുത്തനെ ഏൽപ്പിക്കുകയില്ല. ചെയ്യാൻ കഴിയുന്നത് ദൈവം ഏൽപ്പിക്കുകയും ചെയ്യും. മറ്റൊരുത്തൻ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്കത് ചെയ്യാൻ കഴിയുന്നില്ലെന്ന് ഓർത്ത് അവനോട് കുശുമ്പ് കുത്തിയിട്ടും കാര്യമില്ല. കാര്യം എന്നെയും കൊണ്ട് ചെയ്യാൻ കഴിയുന്നതാണ് ദൈവം ഏൽപ്പിക്കുന്നത്. തിരുവട്ടാർ കൃഷ്ണൻകുട്ടി അതുല്യനായിരിക്കുന്ന ഒരു പ്രഭാഷകനായിരുന്നു. അസാമാന്യമായിരിക്കുന്ന ഭാഷാസിദ്ധിയും ഓർമ്മശക്തിയും അവതരണശൈലിയും ഓഡിയോട്രി അട്രാക്ഷൻ പിടിക്കാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. എനിക്കും അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻകുട്ടിയെ പോയി ആകാൻ എന്നെ കൊണ്ട് സാധിക്കുമോ? എന്നെ കൊണ്ട് സാധിക്കുകയില്ല. അങ്ങനെ ഒരാളെ മാത്രമേ ദൈവം ഉപയോഗിച്ചുള്ളൂ. ഓരോ ദൈവദാസന്മാരും അതാത് കാലത്തിന് വേണ്ടിയുള്ള ദൈവത്തിന് നിയോഗമാണ്. ദൈവം ഓരോരുത്തർക്കും ഓരോ ശുശ്രൂഷ കൊടുത്തിരിക്കുന്നു. ആ ശുശ്രൂഷ ദൈവഹിതപ്രകാരം ദൈവത്തിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം നമ്മൾ ദൈവം നിയമിച്ച സമയത്തും സ്ഥലത്തും ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളും ദൈവം കരുതിക്കൊള്ളും. അല്ലാതെ ഈ കബഡി നിരത്തുന്ന പോലെ ഇരുന്ന് ഏലിയാവിന്റെ കാക്കെ ദൈവം അയക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും ദൈവം കാക്കെ അയക്കുകയില്ല. ഇപ്പൊ ദൈവത്തിന്റെ ജോലി എന്താ? ആരെങ്കിലും കർത്താവിന്റെ വേലക്കാരൻ പറഞ്ഞ് ഇറങ്ങുക, വെറുതെ അവിടെ ഇരിക്കുക, 5 പൈസ എടുത്ത്. ജോലി ചെയ്യാൻ ആരോഗ്യമുണ്ടെങ്കിൽ ജോലി ചെയ്യണം, ഏതെങ്കിലുമൊക്കെ ജോലി ചെയ്യണം. ഞാൻ നിങ്ങളോട് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എത്രയോ കാലങ്ങളിൽ ഞാൻ പുസ്തകം പരിഭാഷപ്പെടുത്തിയ എൻ്റെ കുടുംബ സന്താനം നടത്തിയിട്ടുള്ളത്. ഒരു മനുഷ്യൻ പോലും എന്നെ തിരിഞ്ഞു നോക്കാത്ത കാലത്തും എൻ്റെ അന്നം മുട്ടിയിട്ടില്ല. കാര്യം ഞാൻ പുസ്തകം പറഞ്ഞു. ഇപ്പൊ പിന്നെ പുസ്തക വായന പാടെ കുറഞ്ഞു, ആളുകൾ പുസ്തകം അച്ചടിക്കുന്നതും കുറഞ്ഞു. ഇപ്പോൾ ട്രാൻസ്ലേഷൻ വർക്കും ഇല്ല. മറ്റേ എനിക്ക് ഒരുവിധം ശരാശരി നല്ല വർക്ക് കിട്ടുമായിരുന്നു ഒരു 5 വർഷം മുമ്പ് വരെ. ഇപ്പോൾ നോ ട്രാൻസ്ലേഷൻ. ഞാൻ പല പ്രാവശ്യം പരസ്യം കൊടുത്തിട്ട് പോലും ആരും തരുന്നില്ല. കാര്യം പുസ്തകമൊന്നും അച്ചടിക്കുന്നില്ല. അച്ചടിച്ചാൽ ഇത് വാങ്ങി ആർക്കും 5 പൈസ കിട്ടത്തുമില്ല. അതാ വേറെ വിഷയം. ഞാൻ പറഞ്ഞത്, ഈ ഏലിയാവിന്റെ വിഷയവും അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിച്ച വിഷയവും ദൈവം തന്നെ സ്നേഹിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ആകാശത്ത് ദ്യോവിൽ നിന്ന് കണ്ണുടച്ചിരുന്നാൽ മതി, ഇറങ്ങി വരുമെന്നൊക്കെ വിശ്വസിച്ചാൽ കിട്ടത്തില്ല. അത് തന്നെയല്ല, ദൈവം ആവശ്യങ്ങൾക്ക് മാത്രമേ കരുതുകയുള്ളൂ. അബ്രഹാമിന് ആവശ്യം ഒരു യാഗമാണ്. അതിന് ഒരാട്ടിൻകുട്ടിയെ അവിടെ ദൈവം ഒരുക്കി, ഒരുപാട് ആട്ടിൻകുട്ടിയെ ഒരുക്കിയില്ല. ഏലിയാവിന് ആവശ്യമായിരിക്കുന്ന വിശപ്പിനുള്ള ആഹാരമാണ്. അതിനെ കാക്കെ നിയമിച്ചു, അതുകൊണ്ട് കൊടുത്ത ഏലിയാവിന് മതിയായിരുന്നു. നമ്മുടെ ഭോഗങ്ങളിൽ വല്ലാതെ ചെലവിടേണ്ടതിന് നാം പ്രതീക്ഷയ്ക്ക് അപ്പുറമായി പ്രതീക്ഷയോട് ദൈവം തന്നുകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തിരികെയില്ല. എന്നാൽ നമ്മുടെ കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അറിയുന്നു. നമ്മുടെ കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നു. നാം വിശ്വസ്തരായി കർത്താവിന് ശുശ്രൂഷ ചെയ്താൽ ദൈവത്തിൻ്റെ കരുതലുകൾക്ക് ഒരു കുറവും ഉണ്ടാവുകയില്ല. 100 പേരെ ആഹാബും അവൻ്റെ ആളുകളും മുടക്കിയാലും
സ്വർഗത്തിലെ ജീവനുള്ള ദൈവം ഒരുവനെ കൊണ്ട് ഈ 100 പേരെ പുലർത്തേണ്ട സാഹചര്യത്തിൽ ആ കാര്യം ചെയ്യും എന്നാണ് ഞങ്ങളുടെ ജീവിത അനുഭവത്തിൽ കൂടി ഞങ്ങൾ പഠിക്കുകയും അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത്. ആഹാബിനെ പോലെ ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ട് വെട്ടി വീഴ്ത്തിയവരും കൊടുക്കരുതെന്ന് പറഞ്ഞവരും കൊടുക്ക മുടക്കിയവരുമുണ്ട്. എന്നാൽ അത് സങ്കടം തോന്നിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ അപ്പുറത്ത് ഒരുവനെ കൊണ്ട് അല്ലെങ്കിൽ 20 കൊണ്ട് ദൈവം ആ വിടവ് നികത്തി പോകാൻ ന്യായമായി തരാം എന്ന് പറഞ്ഞവൻ ഇന്നും വിശ്വസ്തനായി ജീവിക്കുന്നു. അതുകൊണ്ട് ദൈവിക കരുതലുകളെ ദൈവിക സ്വഭാവത്തിന് അനുസരണമായ നിലയിലാണ് നമ്മൾ വീക്ഷിക്കുകയും വിലയിരുത്തുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടത്. അല്ലാതെ തെറ്റായ ഒരു സിദ്ധാന്തം ഒരു ചരിത്ര സംഭവത്തിൽ കൂടി അടർത്തിയെടുത്ത് അതിനൊരു ഉപദേശ വിഷയമാക്കി മാറ്റി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നത് നമ്മുടെ ബൈബിളിൻ്റെ ഉപദേശ രീതിയല്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. കർത്താവിനെ സ്നേഹിക്കുന്നവരെ ദൈവം കൈവിടുകയില്ല. വേദപുസ്തകത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം വിളിച്ച് വേർതിരിച്ച് ശുശ്രൂഷ ഫലമേൽപ്പിച്ച് ആരെയും ദൈവം അനാഥരായി വിട്ടിട്ടില്ല, വിടുകയും ഇല്ല. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ കർത്താവിൻ്റെ ദൈവികമായ കരുതലിനെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ, പശ്ചാത്തല വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കി കർത്താവിൽ ആശ്രയിപ്പാൻ ഈ ആലോചനകൾ കൊണ്ട് ദൈവം നമ്മെ എവരെയും സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാറുണ്ട്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.